നമ്മുടെ ആദർശം പഴയ കാമുകിയും പുറത്ത് വെച്ച് മീറ്റ് ചെയ്യുന്ന സമയത്ത് നിർഭാഗ്യവശാല് അത് നന്ദു കാണാനിടയാകാണ്. നന്ദു സ്കൂട്ടർ ഒതുക്കി ജംഗ്ഷനിൽ നിൽക്കുന്ന സമയത്താണ് ആദർശേട്ടനെ കാണുന്നത്. അല്ല, ഇത് ആദർശേട്ടനാണല്ലോ. ആദർശേട്ടൻ എന്താ ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കുന്നത്? എന്തായാലും ആദർശേട്ടൻ കണ്ടല്ലേ, ഒന്ന് സംസാരിച്ചേക്കാം എന്നും പറഞ്ഞ നന്ദു ആദർശിന്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. അതേസമയം തന്നെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്നും മീര വന്നിട്ട് ആദർശിന്റെ കൈ കയറി പിടിക്കുന്നുണ്ട്. അതായത് ഈ മീര ആദർശിന്റെ പഴയ കാമുകി. ഇത് കണ്ട പാടെ തന്നെ ഞെട്ടി ഷോക്കായിട്ട് സ്റ്റക്കായി നിൽക്കുകയാണ് നമ്മുടെ നന്ദു. ആ മീര കൈ കയറി പിടിച്ചതൊക്കെ കണ്ടിട്ട് നന്ദുവിനാകെ ദേഷ്യം വരികയാണ്. അയ്യോ, ഇത് ആദർശേട്ടൻ തന്നെയാണല്ലോ. ഞാൻ എന്തൊക്കെയാ ദൈവം ഈ കാണുന്നത്? അയ്യോ, ആദർശേട്ടന് വേറൊരു ബന്ധോ? അല്ല, ആദർശേട്ടൻ അങ്ങനെയുള്ള ഒരാളല്ല. ആദർശ് അവളുടെ കൈ തട്ടി മാറ്റിയിട്ട് റെസ്റ്റോറന്റിന്റെ ഉള്ളിലേക്ക് കയറി പോകാണ്. അതേസമയം തന്നെ നന്ദു നയനയ്ക്ക് വിളിക്കുന്നുണ്ട്. ഹലോ ചേച്ചി, ചേച്ചി ഇപ്പൊ എവിടെയാ? എന്താ മോളെ? ഞാൻ ആദർശേട്ടന്റെ വീട്ടില്. ആദർശേട്ടൻ അവിടെ ഇല്ലല്ലോ. ഇല്ല, ഓഫീസിലേക്ക് പോയേക്കാ. ഇന്നെന്തോ അർജന്റ് മീറ്റിംഗ് ഉണ്ടത്രേ. ഓ എന്നാ ശരി ചേച്ചി, ഞാൻ പിന്നെ വിളിക്കാം. എന്താ മോളെ, ആദർശേട്ടനോട് എന്തെങ്കിലും പറയാനുണ്ടോ? ഏയ് ഒന്നുമില്ല ചേച്ചി, ഞാൻ ആദർശേട്ടനെ പോലെ ഇവിടെ ഒരാളെ കണ്ടു. അതെന്താ മോളെ നീ എന്നോട് വിളിച്ച് ചോദിക്കാൻ കാരണം? ഒന്നുമില്ല ചേച്ചി, അത് വേറെ ആളാണ്. എനിക്ക് മാറിപ്പോയതാ. ഞാൻ ഒരു സൈഡ് കണ്ടപ്പോ ആദർശേട്ടനാന്ന് കരുതി. എന്നാ ശരി ചേച്ചി, ഞാൻ പിന്നെ വിളിക്കാട്ടോ എന്ന് പറഞ്ഞ് നന്ദു ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ആ റെസ്റ്റോറന്റിന്റെ ഉള്ളിലേക്ക് കയറി ചെല്ലുന്നുണ്ട്. നന്ദു എന്തെങ്കിലും തെറ്റ് കണ്ടാൽ അത് ആ സ്പോട്ടിൽ തന്നെ പ്രതികരിക്കുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ നന്ദു നേരെ ഇടിച്ചു കയറി അവരുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. എന്റെ ചേച്ചിയെ ചതിച്ച് മറ്റൊരു പെൺകുട്ടിയുടെ കൂടെ സുഖമായിട്ട് ഒരു റെസ്റ്റോറന്റിൽ വന്ന് സംസാരിക്കാം, ഇതിങ്ങനെ വിട്ടാ പറ്റില്ലെന്നും പറഞ്ഞ് നന്ദു നേരെ അങ്ങോട്ട് കയറി ചെല്ലാണ്. ആദർശേട്ടാ. ആദർശ് നന്ദുവിനെ കണ്ട് ഞെട്ടി പരിഭ്രമിച്ച് നിൽക്കുന്നുണ്ട്. ആ നന്ദു, എന്താ ഇത്? എന്താ നന്ദു? ദേ ഇവരാരാ ആദർശേട്ടാ? അപ്പൊ ആദർശ് നല്ല പേടിയുണ്ട് ആദർശിന്റെ മുഖത്ത്. ആദർശ് പറയുന്നുണ്ട്, അയ്യോ ഇതെന്റെ ഫ്രണ്ടാ മീര. ആ മീരെ, ഇതെന്റെ വൈഫിന്റെ സിസ്റ്ററാ നന്ദു. അത് പറഞ്ഞപ്പോ മീരയുടെ മുഖത്തൊരു തെളിച്ചല്ലോ. മീര നന്ദുവിന്റെ മുഖത്തേക്കേ നോക്കുന്നില്ല. അപ്പൊ നന്ദു പറയുന്നുണ്ട്, ആദർശേട്ടാ ഒരു ഫ്രണ്ട് കൈ കയറി പിടിക്കോ? ഇത്ര ക്ലോസ് ആയിട്ട് നടക്കോ? എന്താ ഇവിടെ നടക്കുന്നത്? എന്താ ആദർശേട്ടാ ഇതിനൊക്കെ അർത്ഥം? ഞാനിപ്പോ എന്റെ ചേച്ചിക്ക് വിളിച്ചിരുന്നു. ഒരു അർജന്റ് മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞ ആദർശേട്ടൻ അവിടെ നിന്ന് ഇറങ്ങിയതെന്ന് പറഞ്ഞു. ഇതാണ് അർജന്റ് മീറ്റിംഗ് എന്ന് ചേച്ചിയോട് പറഞ്ഞിരുന്നെങ്കിലേ ചേച്ചിയുടെ തനി സ്വഭാവം കാണായിരുന്നു. ഓ, ചേട്ടന്റെ അമ്മ കാരണം ചേച്ചി ഒഴിവാക്കി ഇവരെ സ്വീകരിക്കാൻ നിൽക്കുമായിരിക്കും അല്ലേ? അപ്പൊ പിന്നെ എനിക്കിവിടെ ഒരു റോളും ഇല്ല. എന്തൊക്കെയാ നന്ദു ഈ പറയുന്നത്? ഞാൻ പറയുന്ന ആദ്യം ഒന്ന് കേൾക്ക്. നന്ദു, എന്റെ കുറച്ച് പേഴ്സണൽ മാറ്റേഴ്സ് സംസാരിക്കാൻ വേണ്ടിയിട്ടേ ഞാൻ ഇവിടെ വന്നത്. നന്ദു കാര്യം അറിയാതെ വെറുതെ എന്നെ പഴി ചാരരുത്. ശരി, ആദർശേട്ടൻ ഇവരെ കുറിച്ച് എന്താ പറയാനുള്ളത്? അപ്പൊ മീര പറയുന്നുണ്ട്, ഡി ഒന്ന് അടങ്ങടി, കുറെ നേരമായാലും നിന്റെ നാക്ക് പൊത്താൻ തുടങ്ങിയിട്ട്. നിന്നേക്കാളും മുതിർന്ന ഒരാള്, അതും നിന്റെ ചേച്ചിയുടെ ഭർത്താവാണെന്ന് പറയുന്ന ഒരാള്, അങ്ങനെ ഒരാളുടെ മുഖത്ത് നോക്കി പറയാൻ പറ്റുന്ന വാക്കുകളാണോ നീ ഇപ്പൊ പറയുന്നത്? ഓ, ഈ പറഞ്ഞ നിങ്ങൾ ചെയ്തതൊക്കെ നല്ലത്, ഞാൻ ചെയ്തതാണ് തെറ്റ്. അല്ലേനും നിങ്ങളെപ്പോലുള്ള സ്ത്രീകൾ ഉണ്ടാവുമ്പോഴേ മറ്റു സ്ത്രീകൾക്ക് അത് ഭീഷണി തന്നെയാ. നാണമില്ലല്ലോ ഈ പ്രായത്തിലും ചാക്കിട്ട് പിടിക്കാൻ ഇറങ്ങിയേക്കുവാ. ഡീ നിർത്തടി. ഇനി നീ ഒരു അക്ഷരം എന്നെക്കുറിച്ചോ ആദർശിനെ കുറിച്ചോ പറഞ്ഞാലുണ്ടല്ലോ നിന്റെ കാരണം ഞാൻ പുകയ്ക്കും. ഓഹോ, എന്നാലൊന്ന് കാണണല്ലോ. ദേ രണ്ടുപേരൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? ദേ നന്ദു, ഞാൻ ഒരു കോംപ്രമൈസിന് വേണ്ടിയിട്ടാ ഇവളായിട്ട് ഇവിടെ വന്നത്. കാര്യം മനസ്സിലാക്കാതെ നീ ഇവിടെ കിടന്ന് വെറുതെ പ്രശ്നം ഉണ്ടാക്കരുത്. ദേ മീരെ, നിന്റെ സംസാരം ഒരുപാട് തരം താഴ്ന്നു പോകുന്നു. ഇതെന്റെ ഭാര്യയുടെ അനിയത്തിയാണ്. അവക്ക് വേണ്ടി റെസ്പെക്ട് കൊടുത്ത് വേണം നീ സംസാരിക്കാൻ. ഇനി അവിടെ ഒരു കയ്യാങ്കളി നടക്കുന്നുണ്ട് കേട്ടോ. നന്ദു അവളുടെ മുഖത്ത് നോക്കി ഒരു പൊട്ടിക്കലങ്ങ് പൊട്ടിക്കുന്നുണ്ട്. ആ എപ്പിസോഡൊക്കെ കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതോടൊപ്പം വീഡിയോക്ക് ലൈക്ക് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ഗൈസ്.